നിന്നിറങ്ങിപ്പോയ ദിവസം മുതൽ നീ തിരിച്ചു വരുന്നതും കാത്ത് എന്റെ മനസ്സിന്റെ വാതിലും തുറന്നിട്ട് കാത്തിരുന്നവനാണ് ഞാൻ. ഞാൻ തിരിച്ചു വന്നത് എന്റെ മോളുടെ അടുത്തേക്കാണ്. അവൾക്ക് വേണ്ടി മാത്രമാണ്. പൊറുക്കാൻ വയ്യാത്തവണ്ണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അത് പറയും. വീട് അലങ്കരിച്ച് സൂക്ഷിക്കുവാനും നേരം തെറ്റി കയറി വരുന്ന നിങ്ങളുടെ കൂട്ടുകാരെ സൽക്കരിക്കാനുമുള്ള ഒരു സ്ത്രീ എന്നതിൽ കവിഞ്ഞ്. വേണ്ട, എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? നിങ്ങളുടെ അഹന്ത അലക്കി വെളുപ്പിക്കാനുള്ള ഒരു അലക്കുകല്ലായിരുന്നു ഞാനെന്നും. തെറ്റല്ല എന്റേത്. ശരി, സമ്മതിച്ചു. ആ മുറി പോയി കിടക്ക്. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. നീ തിരിച്ചു വന്ന കാര്യം ഒറ്റ പകലുകൊണ്ട് ഈ എസ്റ്റേറ്റ് മുഴുവൻ അറിഞ്ഞു. നമ്മുടെ മോൾക്ക്, സതീശന്, എല്ലാവർക്കും സന്തോഷമായി. അവരെ ബോധ്യപ്പെടുത്താനെങ്കിലും. കണ്ടോ, അവിടെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. വളർന്നു വരുന്ന നമ്മുടെ മോൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് നല്ല ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കെങ്കിലും ചെയ്യാം. അഭിനയിക്കാൻ എനിക്കറിയില്ല. എന്നെങ്കിലും നിന്റെ മനസ്സ് മാറും. ആ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കാം. അതുവരെ നമ്മുടെ അകൽച്ചയെക്കുറിച്ച് മറ്റാരും അറിയരുത്. അതിനെങ്കിലും നീ എന്നെ സഹായിക്കില്ലേ? എന്നെ സ്നേഹിക്കണ്ട, നമ്മുടെ മോളെക്കുറിച്ച് ഓർക്ക്. അച്ഛനും അമ്മയും സന്തോഷമായി കഴിയുന്നുവെന്നറിഞ്ഞാൽ അവളുടെ മനസ്സെങ്കിലും ആഹ്ലാദിക്കട്ടെ. നമ്മുടെ മുറി പോയി കിടക്ക്. പ്ലീസ് വിമല, പ്ലീസ്. എടുക്കുന്നില്ലേ? മോളെ അമ്മ അറിയില്ല. കുളിപ്പിച്ചാൽ മതി എന്നെ. അതാ പീറ്റേട്ടൻ വന്നു. കുഞ്ഞങ്ങോട്ട് മാറി, ഞാൻ കുളിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഇങ്ങോട്ട് തല തോർത്ത്. മോളെ അമ്മ തലമുടി ചെയ്തരാം. അമ്മയ്ക്കറിയില്ല, എന്നും കുഞ്ഞച്ചനാ ജീവിത്താറില്ലേ. കുഞ്ഞച്ച ജീവിത പെണ്ണിന്റെ ഒരു വാശി. മോളെ അമ്മ കാറിൽ കൊണ്ടുപോവാ. വേണ്ട വേണ്ട, ഞാൻ കുഞ്ഞച്ചന്റെ ബൈക്കിൽ പോയിക്കോളാം. എടി മണ്ടിക്കോതെ, ബൈക്കിനേക്കാൾ ഭയങ്കര ഗമയല്ലേ കാറിന്? അച്ഛാ, ഈ കുഞ്ഞച്ച എന്നെ മണ്ടി കോതാന്ന് വിളിക്കുന്നു. കുഞ്ഞച്ചന്റെ ചക്കര മോളല്ലേ? പിന്നെ എന്നെ മണ്ടി കോതാന്ന് വിളിച്ചതോ? അത് കുഞ്ഞച്ചൻ ചുമ്മാ സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ? ഇനി വിളിക്കോ? ഇനി വിളിക്കില്ല. മോള് കാലത്തെ അമ്മയുടെ കൂടെ കാറിൽ പോകും. വൈകിട്ട് കുഞ്ഞച്ചൻ ബൈക്കും കൊണ്ട് വരാം. എന്നിട്ട് രണ്ടുപേർക്കും കൂടെ അടിച്ച് പറപ്പിച്ചിങ്ങി പോരാ. ഗുഡ് മോർണിംഗ് വിമല. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ വിമല ഓപ്പിയിൽ തിരക്കി. ഞാൻ ഇത്തിരി വൈകി. മോളെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴിയാ. എന്താ ഡോക്ടർ? വാതിറക്കൂ. ആ
അനുമോദിക്കാൻ അല്പം വൈകി. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു. മൂപ്പരുടെ അച്ഛനും അമ്മയും വന്നു. വയസ്സായിരിക്കുന്നവരല്ലേ, അവരുടെ കൂടെ ഷോപ്പിംഗ്, വിസിറ്റ്സ് അങ്ങനെ പോയി. അവർ പോയോ? ഇന്ന് രാവിലെ പോയി. എങ്ങനെ ഇരിക്കുന്നു രണ്ടാം മധുവിധു? വിവരം കേട്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. ഞാൻ എന്നും ഭഗവതിയോട് പ്രാർത്ഥിച്ചിരുന്നു, നിങ്ങളെ ഒന്നിച്ചു ചേർക്കണേന്ന്. നമ്മൾ പെണ്ണുങ്ങൾ അല്പം ഒന്ന് താന്നു കൊടുത്താൽ ആണുങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈഡ് ആയി. അവർക്കത് മതി. പിന്നെ നമ്മളെ നക്കി തോർത്തി തരും. ചിരിക്കണ്ട. ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിയാണ്. അവൾ സുജമോൾ, അവൾക്കായിരിക്കും ഏറ്റവും അധികം സന്തോഷം. ഷീ ഈസ് വെരി ഹാപ്പി. ഗുഡ്. ഇനി സന്തോഷമായി കഴിയണം. ഒരിക്കലും പിണങ്ങരുത്. ശ്രീനിയെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കണം. ഇരട്ടി സ്നേഹം തിരിച്ചു കിട്ടും. ഈ കുഞ്ഞച്ചന് ഒന്നും അറിയില്ല. എന്നാ നീ കളിക്ക്. ഞാൻ കാണിച്ചുതരാം. അപ്പൂപ്പ മോളെ, സുജമോളെ, നോക്ക് അമ്മമ്മ എന്തൊക്കെ കൊണ്ടുവന്നിട്ട് നോക്ക്. ശർക്കര വരട്ടി, ഉപ്പേരി, നെയ്യപ്പം. ഇതിൽ കടുമാങ്ങി നാരങ്ങ അച്ചാറുണ്ട്. അകത്ത് വെക്ക്. മൂക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നില്ലേ? അയ്യോ, അമ്മമ്മ മറന്നുപോയല്ലോ മോളെ. എങ്ങനെയുണ്ടോ സതീശത് എന്റെ പഠിത്തം? നടക്കുന്നു. ഈയിടെ സമരമൊന്നും ഇല്ലേ കോളേജിൽ? ഇല്ല. അതെന്താ? കാരണമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. എത്ര നാളാടോ ഇങ്ങനെ ഒരു ചെറിയ സമരം പോലും ഇല്ലാതെ? മോളെ, ശ്രീനി വന്നില്ലേ? ഇല്ല, ഇപ്പോഴെത്തും. അതോ അവിടെ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് രാത്രി ആവുമ്പോഴാണോ ഒന്ന് കയറുന്നത്? ഏയ്, നേരത്തെ വരും. താൻ ഓഫീസിലോട്ടൊന്ന് ഫോൺ ചെയ്യും. ശ്രീനി വേഗം വരാൻ പറ. ആ, ശ്രീനി വന്നല്ലോ. ആ അങ്കിളും അമ്മായിയൊക്കെ എപ്പോ വന്നു? തനിക്ക് 100 ആയസാടോ. അതിന് മുമ്പ് വെടി വെച്ചാലും ചാകില്ല. ചോദിച്ചോക്ക്. തന്റെ കാര്യം പറഞ്ഞപ്പോ നാം എടുത്തതേ ഉള്ളൂ. വിമലേ, അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് എന്ത് കൊടുത്തു? എനിക്കൊരു ചായ. എനിക്ക് ചായ വേണ്ട, അതിന്റെ സമയം കഴിഞ്ഞു. അമ്മ എന്താ കഴിക്കുന്നത്? ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ? ഓ, അവളുടെ ഒരു സൽക്കാരം. വണ്ടിയിൽ കുപ്പിയിരിപ്പുണ്ട്, എടുക്കട്ടെ? ഓരോ സ്മോൾ അടിക്കാം. ഞാൻ നിർത്തി. വൈ? വാട്ട് ഫോർ? ഞാൻ ഓണത്തിനോ വിഷുവിനോ ഒക്കെയാണ് ഒരു പെഗ് കഴിക്കുന്നത്. ഇപ്പൊ അത് നിർത്തി. വിമലയ്ക്ക് ഇഷ്ടമല്ല. എടോ മണ്ടം മരുമകനെ, അങ്ങനെ ഭാര്യയുടെ അടിമയായിട്ടിരിക്കാനും വേണം ഒരു യോഗം. പണ്ട് ഭാരതി പറയുമായിരുന്നു. എന്താ ഭാരതിയെ കുറിച്ച് വിസ്തരിക്കുന്നത്? അല്ല, ഞാൻ ശ്രീനിയോട് പറയുമായിരുന്നു, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ. എന്താ ബാക്കി മറന്നുപോയോ? എന്തെങ്കിലും കഴിക്കൂ. വേണ്ട, ചായ മാത്രം മതി. മിക്സറെങ്കിലും എടുക്കൂ. ഞാനുണ്ടാക്കിയതാ. ആഹാ, താനുണ്ടാക്കിയതാണോ? എന്നാലത് പറയണ്ടേ. ഒരു 3-4 പ്ലേറ്റ് എഴുതുണ്ടോ? ഗ്രാൻഡ്, സിംപ്ലി ഗ്രാൻഡ്. ഒരു സെക്കൻഡ്. അച്ഛനും അമ്മയും ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. ഓ, ഇതാണോ സ്വകാര്യം പറഞ്ഞത്? സ്വകാര്യം പറഞ്ഞത് ആ, എന്താണ് പീറ്ററെ, തനിക്ക് പ്രായം കുറഞ്ഞു വരികയാണ്? വിമലക്കുഞ്ഞ് വന്നിട്ട് 3 ദിവസമേ ആയുള്ളൂ. പക്ഷെ എനിക്ക് 6 വയസ്സ് കുറഞ്ഞു. ആ, ഈ കണക്കിൽ പോയാൽ താൻ മുട്ടിലെഴുതുന്ന പരുവത്തിലെത്താൻ അധികാലം വേണ്ടി വരില്ല. ഭാരതി, നമുക്കിറങ്ങാം. അച്ഛനെ ഇറങ്ങട്ടെ മോളെ. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു. സിനി, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം വരട്ടെ മോളെ. മോളെ, അച്ഛനെ ഇറങ്ങട്ടെ. എടോ സതീഷ്, സിനി. ആ ടാറ്റാ.
അഭിനയം തകർത്തു. നല്ല സീനായിരുന്നു. രംഗം കൊഴുത്തു. ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്. നമുക്കിതൊന്ന് നിർത്തിക്കൂടെ? വിമല ഇങ്ങോട്ട് നോക്ക്. എനിക്കിത് താങ്ങാനാവുന്നില്ല. എനിക്ക് നിന്നെ വേണം, നിനക്ക് എന്നെയും. പിന്നെ എന്തിനാ ഈ ഒളിച്ചെളി? തോറ്റു മടങ്ങി വാലാട്ടിക്കൊണ്ടുവന്ന ഒരു കുടിച്ചുപെട്ടിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളിൽ ആര് തോറ്റാലും ഒരുപോലെയല്ലേ? നീയില്ലാത്ത എത്രയോ രാത്രികളിൽ നിന്നെ ഓർത്ത് ഈ കിടക്കയിൽ കിടന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാനവിടെ പൊട്ടിച്ചിരിച്ച് നടക്കായിരുന്നെന്നാണോ നിങ്ങളുടെ വിചാരം? വിമലേ, കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കെല്ലാം മറക്കാം. സന്തോഷമായിട്ട് കഴിയും. എന്നെ ഒറ്റയ്ക്ക് വിടൂ. എനിക്ക് അല്പം സ്വൈരം തരൂ. ശ്രീനിയുടെ ക്ലാസ്. ശ്രീനി സാറിന് നല്ല ഫോമിലാണല്ലോ. പണ്ടൊറ്റ പെഗായിരുന്നു കണക്ക്. എന്താ ശ്രീനി ഇത്? എനിക്കെന്റെ ദുഃഖം പങ്കിടാൻ ആരുമില്ല. എനിക്കൊന്ന് പൊട്ടിക്കരഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാരം ഒഴിവാക്കാൻ ഒരിടവില്ല. താനെന്താ കൊച്ചുകുട്ടികളെ പോലെ? എനിക്കാരുമില്ല സുഹൃത്തെ, ആരുമില്ല. ഡോണ്ട് ബി സില്ലി. ശ്രീനിക്ക് മോളില്ലേ? അനിയനില്ലേ? പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? എഴുന്നേക്ക്. എഴുന്നേക്കാൻ. ഓ, ആ മുറി പോയി കിടക്ക്. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. നിന്റെ അച്ഛൻ എസ്റ്റേറ്റ് ഉടമ, നിന്റെ അമ്മ കോടീശ്വരപുത്രി, നീ അവരുടെ ഏക സന്താനം. അതിന്റെ മുമ്പിൽ നിനക്ക് ഞാൻ വെറും ഒരു വാലാട്ടുന്ന പട്ടി മാത്രം. പക്ഷെ അത് ഈ വീട്ടിൽ നടക്കുമെന്ന് വിചാരിക്കണ്ട. ഞാനും വളർത്തു പറ്റിയൊന്നുമല്ല, മനുഷ്യ സ്ത്രീയാണ്. ഞാനും ഒരു മനുഷ്യനാണ്. സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. വാ, നമുക്ക് ആ മുറി പോയി കിടക്കാം. സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്യാതിരിക്കാനുള്ള മാനസിക സംസ്കാരം എനിക്കുണ്ട്. നീ ആഗ്രഹിക്കാതെ, നിന്റെ സമ്മതമില്ലാതെ നിന്റെ ദേഹത്തിന്റെ വിരൽത്തുമ്പ് പോലും സ്പർശിക്കില്ല. പോയി കിടക്ക. I said go to our bedroom. When I don't like, why should I? You